ബാലഗോപാലിന്റെ ആ സമീപനം ശരിയായിരുന്നില്ല. അല്ല, ഞാൻ ബാലഗോപാലൻ തന്നതല്ല, ആരായാലും ശരി. സഭയിൽ ഒരാളിനെ അങ്ങനെ പ്രത്യേകിച്ച് LOPയെ പോലെ ഒരാളിനെ ക്ഷോഭിച്ച് ഇരുത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ പറയിപ്പിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. രാജൻ ഒരു വാക്ക് ആവർത്തിച്ചിങ്ങനെ പറഞ്ഞു, ഞാൻ വാക്കൗട്ട് നടക്കുക, വാക്കൗട്ട് നടത്തുക പറഞ്ഞ സമയത്ത് താങ്കൾ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാനും എന്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യാൻ ആയിക്കോട്ടെ. എൻ്റെ ഒരു സ്പോണ്ടേനിയസ് കമന്റാണ്. ഉമാ തോമസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് എന്നൊരു ബട്ടിൽ ആദ്യത്തെ ചില ട്രോള് വന്നു. അതല്ല, ഉമാ തോമസ് ഒരു സെക്കൻഡ്. സഭ ഗൗരവതരമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ നടുവിലൂടെ ഓളം വെട്ടി പോകുന്നത് ദയവായിട്ട് ഒഴിവാക്കണം. ഉമ്മ വന്ന് പറഞ്ഞു സാറിനോട്. അത് പറഞ്ഞു ഉമ്മ പറഞ്ഞത് സാർ എങ്ങനെയാ പറഞ്ഞെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ട്രോള് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഹേമേന്ദ്രനോട് ആദ്യം സത്യം പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ക്ഷോഭിച്ച് സംസാരിച്ചു. ഞാൻ അതുപോലെ ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരോട് ക്ഷോഭിച്ച് സംസാരിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ചെറിയ ആഘാതം പോലെ. കേരള നിയമസഭയിൽ ജനങ്ങൾക്കും ചോദ്യം ചോദിക്കാം എന്താണ് ശരിക്കും? എൻ്റെ കൺസെപ്റ്റ് അതാണ്. ജനങ്ങൾക്കൊരു ചോദ്യം ചോദിച്ചാൽ എന്താ? മലയാളികൾക്ക് നമ്മുടെ നിയമസഭയെക്കുറിച്ച്, നമ്മുടെ നിയമത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കാനായിട്ടുള്ള സന്ദർഭം കിട്ടുക എന്ന് പറയുന്നത് വളരെ ത്രില്ലല്ലേ. സ്പീക്കർ പദവി താങ്കൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ്. ഞാനത് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. VD സതീശൻ്റെ സഭയിലെ പെർഫോമൻസ് സൂപ്പർ പെർഫോമൻസ് ആണെന്നുള്ള അഭിപ്രായമാണ്. അദ്ദേഹം ഇത്രയും നല്ല ഗംഭീര പെർഫോമൻസ് നടത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകുമെന്ന് കേട്ട് നെറ്റിച്ചുളിച്ച പലരും ഈ സഭയിലെ താങ്കളുടെ പെർഫോമൻസ് കണ്ടിപ്പോൾ കൈയടിക്കുകയാണ്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. നമ്മളെ ഏൽപ്പിക്കുന്ന ചുമതല കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം. അത് നിറവേറ്റാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയും ആ രൂപത്തിൽ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിൽ സഭയിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള നല്ല സഹകരണം കിട്ടി. മുഖ്യമന്ത്രിയുടെ, മന്ത്രിസഭാംഗങ്ങളുടെ, പ്രതിപക്ഷ നേതാവിൻ്റെ, പ്രതികക്ഷി നേതാക്കന്മാരുടെ എല്ലാവരുടെയും സഹകരണം ആളുകളുടെ മൊത്തത്തിൽ. 71 അംഗങ്ങൾ പുതിയ ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് സഭയ്ക്കകത്ത് ഒരു ക്യൂരിയോസിറ്റിയും കൂടി ഉണ്ടാവും. ബഹുജന മധ്യത്തിൽ വർക്ക് ചെയ്തതിനേക്കാൾ വ്യത്യസ്തമാണ് സഭയ്ക്കകത്തുള്ളൊരു സഭാപ്രവർത്തനം. അതിൽ അവർക്കൊരു പുതുമയുണ്ട്. അവരെല്ലാം സഹകരിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരള നിയമസഭയ്ക്ക് 138 വർഷത്തെ പാരമ്പര്യമുണ്ടെങ്കിലും ഈ സഭ ഒരു പുതിയ സഭയായിട്ടാണ് അവരെല്ലാം എടുത്തിട്ടുള്ളത്. അതിനകത്ത് എനിക്കും വളരെ സന്തോഷമാണ്. എന്തുകൊണ്ടാണ് ഇത്ര, അതായത് സഭാ നടപടികളിൽ MLA-മാർ പറയുന്ന വാക്കുകൾ, സ്പീക്കർ എന്നുള്ള നിലയിൽ താങ്കൾ പറയുന്ന വാക്കുകളെല്ലാം ഭയങ്കരമായിട്ട് വൈറലാണ്. ജനങ്ങൾ വളരെ കൗതുകത്തോടു കൂടി കാണുന്നു. ജനങ്ങൾക്ക് ഈ സഭയുടെ പ്രവർത്തനത്തിൽ നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. ഇത് നന്നായി പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. മാത്രമല്ല, ജനങ്ങൾ ഇതിനകത്ത് ഒരു മറുവശം മാത്രമേ കണ്ടിട്ടുള്ളൂ. വലിയ ബഹളം ഉണ്ടാകുന്നു, ഡെയിലി പ്രശ്നങ്ങളാകുന്നു, വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു. ആ രൂപത്തിലൊരു ചിന്ത എങ്ങനെയോ ജനങ്ങളുടെ മനസ്സിൽ വന്ന് തമ്പടിച്ചു പോയി. ഇപ്രാവശ്യം അതല്ല. ഞാൻ പറയുന്നത് കഴിയുന്നത്ര അവസരം എല്ലാവർക്കും കൊടുക്കുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും കേൾക്കുക, അത് ജനങ്ങളറിയുക. അങ്ങനെ അവർക്കെല്ലാം ബഹുജന നേതാക്കന്മാരായി വളരുന്നതിന് വേണ്ടിയുള്ളൊരു ചാനൽ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഞാൻ ചെയ്തത്. അത് സത്യം പറഞ്ഞാൽ നന്നായി പെർഫോം ചെയ്തു എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഇത് ക്ലിക്ക് ചെയ്യുകയും ചെയ്തു. ശരിക്കും സ്പീക്കറാകുമെന്ന് കരുതിയിരുന്നു? സ്പീക്കറല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ സ്പീക്കറാകുന്ന വലിയ ഇഷ്ടമായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത തന്നെ എല്ലാവരുമായിട്ട് സമന്വയത്തോടു കൂടി പോവുക, ഒരു വഴക്കും വയ്യാവലി ഇല്ലാതെ പോവുക. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ സങ്കല്പത്തിലുള്ള രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന് പറ്റിയൊരു ഇടമാണ് സ്പീക്കർഷിപ്പ് എന്ന് എൻ്റെ മനസ്സിൻ്റെ കോണിൽ എന്നോ ഒരു ചിന്തയുണ്ട്. അതിപ്പോൾ പ്രാക്ടിക്കലായി വന്നപ്പോൾ നന്നായി പെർഫോം ചെയ്യുന്നതിനുള്ള സന്ദർഭം കിട്ടി. എനിക്കതിൽ വളരെ സന്തോഷമുണ്ടായി. റവന്യൂ മന്ത്രി, ആഭ്യന്തരമന്ത്രിയൊക്കെ ആയി വനം മന്ത്രിയായിട്ട് ഇങ്ങനെ തുടർന്നു വന്നു. ഒരു മന്ത്രിപദം കാംക്ഷിച്ചിരുന്നില്ലേ ഇത്തവണ? അതല്ല, എനിക്കെന്താ, ഇത് വ്യത്യസ്തമായ സാഹചര്യമല്ലേ. ഞാനിപ്പോൾ കേരള മന്ത്രിസഭയിലെ ഏത് വകുപ്പെടുത്താലും സത്യം പറഞ്ഞാൽ അത് റെപ്പറ്റീഷൻ മാത്രമാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, 10-17 വകുപ്പുകൾ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയുള്ള സന്ദർഭം കിട്ടിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ 1ാം ഗവൺമെൻറ്റിൽ, 2ാം ഗവൺമെൻറ്റിൽ ഒക്കെ വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കുവാനും ഏൽപ്പിച്ച ഉത്തരവാദിത്വം നന്നായി ചെയ്തു തീർക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വകുപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പൊതുകാര്യം എന്നുള്ള നിലയിൽ ഞാൻ വളരെ ശക്തിയായി
പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ വേറെ എവിടെ ഞാൻ ചെന്നാലും അത് റെപ്പറ്റീഷനാണ്. അതെ, അതെ. ചെല്ലുന്ന റെക്കഗ്നീഷനാണ്, അത് വേറെ പ്രശ്നം. അതെ. പക്ഷെ ഒരു റെപ്പറ്റീഷനാണ്. ഇതൊരു പുതുമയുള്ളതാണ്. മാത്രമല്ല, നമ്മുടെ ഒരു പൊതുപ്രവർത്തകരുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എത്തുന്ന ഒരു കാലമുണ്ട്. അതിനുശേഷം അവിടെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന, അഗ്രസീവായിട്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കാലമുണ്ട്. പക്വതയോടുകൂടി നിൽക്കുന്ന ഒരു കാലമുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് എല്ലാവരുടെയും കൂടി ഒരു പൊതു താല്പര്യമുള്ള ഒരു ഇടവത്തിലെത്തിയാൽ സത്യം പറഞ്ഞാൽ പൊളിറ്റീഷ്യൻ എന്നുള്ളതിനേക്കാൾ ഒരു പടി കൂടി മേളിലോട്ട് പോകും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ അങ്ങനെ ഒരു വിശ്വാസം വെച്ച് പ്ലാൻ ചെയ്യുന്ന ആളല്ല. അതങ്ങനെ ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് വന്നു. എല്ലാവരും അതിനെ ഒരു അംഗീകരിക്കുകയും ചെയ്തു. അംഗീകാരത്തിന് വേറൊരു വശം കൂടിയുണ്ട്. ഞാനിത് സക്സസ് ആകുമോ ഇല്ലയോ എന്നൊരു തർക്കവും വേണമെങ്കിൽ ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നിയിട്ടുണ്ടാകാം. അതെ. അതുകൊണ്ട് വ്യത്യസ്തമായ രൂപത്തിൽ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നടപ്പാക്കണം. അത് നമ്മളുടെ ഒരു പക്വതയ്ക്ക് ആവശ്യമാണ് എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത്. ഈ സഭാ സെഷൻ കഴിയുമ്പോൾ സ്പീക്കർ പദവി താങ്കൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം സ്പീക്കർഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് സഭയുടെ കേന്ദ്രബിന്ദു വരാം സ്പീക്കറാണ്. സ്പീക്കറെ എല്ലാവരും അഡ്രസ്സ് ചെയ്യുകയാണ്. സ്പീക്കർ പറയുന്നതാണ് അവസാനത്തെ വാക്ക് എന്നുള്ളത് നമ്മളുടെ റൂൾ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ വേണ്ട വിധത്തിൽ നടപ്പാക്കിയാൽ മതി. സ്പീക്കർക്ക് അതിനകത്ത് നല്ല അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളതിൻ്റെ സർവാധികാരിയായിട്ട് നിൽക്കാൻ പറ്റില്ല. എല്ലാവരുമായിട്ട് യോജിച്ച്, എല്ലാവരുമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ തേടി നന്നായിട്ട് പോകുന്ന ഒരു നടപടി എനിക്കത് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ഞാനത് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു തലമുറ മാറ്റം നടന്നുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ താങ്കളാണ് ഇപ്പോൾ തലമുതിർന്ന നേതാവ്. താങ്കൾ ഈ സ്പീക്കറുടെ ചെയറിൽ ഇരുന്നുകൊണ്ട് സഭയിലേക്ക് നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഇല്ല, KM മാണി ഇല്ല, ആര്യാടൻ മുഹമ്മദ് ഇല്ല, അതുപോലെ VS അച്യുതാനന്ദനില്ല. അങ്ങനെ ഒരു വലിയ വാക്വം കാണുന്നില്ലേ? നിശ്ചയമായിട്ടും ഉണ്ടെന്ന് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് നിയമസഭയിൽ വരുന്ന സമയത്ത് ശ്രീ ബേബി ജോൺ, ശ്രീ CH മുഹമ്മദ് കോയ, നമ്മൾ ശ്രീ VV രാഘവൻ, അങ്ങനെ വളരെ തലമുതിർന്ന നേതാക്കന്മാരുടെ വലിയ KR ഗൗരിയമ്മ, തലമുതിർന്ന നേതാക്കന്മാരുടെ വലിയൊരു നിരയാണ്. അതിനുശേഷം ഒരു കാലത്ത് ശ്രീ VM സുധീരൻ, അദ്ദേഹം ഏറ്റവും തലമുതിർന്ന വ്യക്തിയായി സ്പീക്കറായി വന്നില്ലേ. അതോടൊപ്പം തന്നെ ശ്രീ തേറമ്പൽ രാമകൃഷ്ണൻ. അങ്ങനെ വലിയൊരു സെറ്റ് ആളുകൾ സത്യം പറഞ്ഞാൽ ഇന്ന് സഭയിലില്ല. അങ്ങനെയാണ് നിൽക്കുന്നത്. 71 പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് ഒരുപക്ഷെ ഇതിനു മുമ്പ് ഇങ്ങനെ ഇത്രയും പേര് വന്നിട്ടുണ്ടോ? ഇല്ല, ഇത്രയും പേര് വന്നിട്ടില്ല. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമാക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലേ? ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ 17-18 ദിവസങ്ങളിൽ ഇവരെ എല്ലാവരെയും കൂടെ വിളിച്ച് ഒരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. ആ വർക്ക്ഷോപ്പ് വളരെ ഗംഭീരമായി. സത്യം പറഞ്ഞാൽ ഇവിടെ TDP ആചാര്യ, അദ്ദേഹമാണ് അതിനെല്ലാം ലോക്സഭാ സെക്രട്ടറി ജനറലായിരുന്നു. അദ്ദേഹമാണ് അതിനൊരു അഡ്വൈസൊക്കെ തന്നിട്ടുള്ളത്. ഞാൻ ആ മുതിർന്ന ആളുകളുടെ എല്ലാം ഉപദേശമൊക്കെ തേടിയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെ അഭിപ്രായം അനുസരിച്ച് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റി. ഇതുകൊണ്ട് തീർക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് വരാൻ പോകുന്നത് ഈ 71 അംഗങ്ങളും, അത് വേണമെങ്കിൽ പഴയ ആളുകളും കുറച്ച് ആളുകളും ഉണ്ടാകാം. അവർക്കൊരു ബജറ്റ് പ്രസൻറ്റേഷനെ കുറിച്ചും ബജറ്റിനെ കുറിച്ചും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി അവരുമായിട്ട് സംസാരിക്കാൻ, ഇപ്പോൾ അവർക്ക് സ്റ്റഡി ക്ലാസ് നടത്തുന്നു എന്ന് പറയുന്നത് ശരിയല്ല, അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു സാഹചര്യം കൂടി ഞാൻ ആലോചിക്കുന്നുണ്ട്. അത് നമ്മൾ ടെക്നീഷ്യൻ്റെ ഇതിൻ്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനത്തുള്ള ആളുകളെ കൂടെ വിളിച്ച് ഇവരുമായി സംസാരിക്കാൻ, ഇൻട്രാക്ഷൻ നടത്താൻ ഒക്കെ നല്ലൊരു സന്ദർഭം ഒരു 2-3 മാസത്തിനുള്ളിൽ നടത്താനുള്ള പ്ലാനാണുള്ളത്. ഈ ഉമാ തോമസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ പറയുന്നു, ഉമാ തോമസ് ഒന്നിക്കൂ, ഇവിടെ ഉല്ലാസയാത്ര നടത്തുന്ന പലരുമുണ്ട്, ഇത് നിയമസഭയാണെന്ന് താങ്കൾ പറയുന്നുണ്ട്. ഈ പുതുമുഖങ്ങളോടായിരിക്കും അല്ലേ? അല്ല, പുതുമുഖങ്ങളിൽ അവർക്കിത് പരിചയമില്ലല്ലോ. ഞാൻ ഉമാ തോമസ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സെൻറ്റിമെൻ്റലായിട്ടുള്ള വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയല്ലേ. അതെ. PT തോമസിൻ്റെ പശ്ചാത്തലമാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. ഉമ എത്രയോ നേരത്തെ പറഞ്ഞാൽ ഒരാളെ വിട്ടുപോയി, PT തോമസ് ആയിരുന്നു സഭയിലില്ലാത്ത. അതെ, സഭയിലില്ലാത്ത. അപ്പോൾ ആ ഒരു പശ്ചാത്തലമായിരുന്നു നമ്മളുടെ മനസ്സിൽ. അപ്പോൾ ഉമാ തോമസ് സംസാരിക്കുമ്പോൾ ആ തലങ്ങും വിലങ്ങും ആളുകളും നടക്കുകയാണ്. അത് ശരിയല്ല. അത് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു, വീണ്ടും പറഞ്ഞു. പക്ഷേ പിന്നെയും ഇത് ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ
എനിക്ക് അത് പറയാതിരിക്കാൻ, സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതിനകത്തും ഒരു പ്രശ്നമുണ്ടായി. അതിൽ ഉമാ തോമസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇതൊരു ബട്ടിൽ ആദ്യത്തെ ചില ട്രോള് വന്നു. അതല്ല, ഞാൻ ഉമാ തോമസ് സത്യം പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഒരു അനിയത്തിയായിട്ടാണ് എന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞാൻ ഉമാ തോമസിനോട് എന്ന് പറയും, ഉമയെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. ഉമ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതുവഴി കടന്നു പോയിട്ടുള്ള ആളുകൾ പിന്നീട് പറഞ്ഞു അവർ പറഞ്ഞു കാണുമല്ലേ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പരസ്യമായിട്ട് ഈ സഭ തീരുന്ന ദിവസം ഒരു അനൗൺസ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു തെറ്റായ ധാരണ സമൂഹത്തിൽ പകർത്താൻ ശ്രമിക്കുന്നുണ്ട്, അത് ശരിയല്ല. ഉമാ തോമസ് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ മുന്നിലൂടെ തലങ്കം വലങ്കം നടന്നുകൊണ്ടിരുന്നത് ശരിയല്ല എന്നുള്ള വാക്ക് പറഞ്ഞു സാറിനോട്. അത് പറഞ്ഞു ഉമ്മ പറഞ്ഞ് പക്ഷേ ഉമ്മ അങ്ങനെയല്ല പറഞ്ഞത്. ഉമ്മ പറഞ്ഞത് സാർ എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയാം, പക്ഷേ ഈ ട്രോള് വന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്നിട്ട് ഉമ്മ എന്നെ ഒരു പടം കാണിച്ചു, ഉമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. ഉമ്മ സീറ്റിലാണ്, മറ്റുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, അത് ശരിയല്ല എന്ന് പറഞ്ഞു. മാത്രമല്ല നമ്മുടെ റൂൾ ബുക്ക് നോക്കിയാൽ റൂൾ ബുക്കിനകത്ത് അതുണ്ട്, സഭ നടക്കുന്ന സമയത്ത് ആ രൂപത്തിൽ അലസമായി നടക്കരുത് എന്നുണ്ട്. സംസാരിക്കുന്ന ആളും സ്പീക്കറും തമ്മിലുള്ള ഒരു നേർമുഖം കാണത്തക്ക വിധത്തിൽ അത് തടസ്സമായി നിൽക്കരുത്, ചെയറിനെ പുറം തിരിഞ്ഞ് നിൽക്കരുത്, ഇതൊക്കെ ആ റൂൾ ബുക്കിനകത്തുള്ളതാണ്. അപ്പം ഞാൻ ആ കാര്യങ്ങൾ എല്ലാം പറഞ്ഞില്ല, അതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അത് നമ്മളെ തടസ്സപ്പെടുത്തണമെന്ന് പറഞ്ഞു. അത് സക്സസ്ഫുള്ളായി പിന്നീട് എല്ലാവരും അത് അംഗീകരിച്ചു എന്നുള്ളതാണ് പിന്നീടുള്ള പെർഫോമൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ട്രോളിൻ്റെ കാര്യം പറഞ്ഞു. ഒരു കാലത്ത് ട്രോളുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നത് താങ്കളാണ്. അയ്യോ ആണോ അത്? അയ്യോ എന്നെ ശരിക്ക് ട്രോൾ ചെയ്യുക. പക്ഷെ സ്വാഭാവികല്ലേ, ഞാൻ പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ പേരിൽ ഒത്തിരി കാര്യങ്ങളെ കെട്ടിവെച്ചിട്ട് അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ട്രോള് നടത്തിയ ആളുകളുമുണ്ട്. പക്ഷേ സാഹചര്യം കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറിപ്പോയില്ലേ. എൻ്റെ ഭാഗത്ത് ഒരു ചെറിയ തെറ്റുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അല്ല, അതിന് കാരണമുണ്ട്. ഞാൻ ഈ യഥാർത്ഥത്തിൽ നമ്മളുടെ ഫിലിം അവാർഡ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വെട്ടിത്തിരുത്തി ഒരു കടലാസിൻ്റെ കൊണ്ടുപോയി തന്നു. അപ്പം ഞാൻ ഇങ്ങനെ ലൈവ് ടെലികാസ്റ്റിലാണ് വെട്ടിത്തിരുത്തിക്ക് ഒരു കടലാസ് കൊണ്ട്. അപ്പം ഞാനിത് വായിച്ചപ്പോൾ ശരിക്കും അത് കൃത്യമായിരുന്നില്ല. ആ കൃത്യത കുറവാണ് അതൊരു ട്രോളായിട്ട് പിന്നീട് വന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്തൊന്നും കുറവുണ്ടെന്നുള്ളത് സത്യമാണ്, ഞാനത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ പക്ഷെ ഒരു കാര്യം ചെയ്യണമായിരുന്നു, ഒരു കടലാസ് വെട്ടിത്തിരുത്തി കൊണ്ടുവന്ന് ഞാനത് വായിക്കാനേ പോകരുത്, എടുത്ത് താഴെ വെച്ചാൽ മതിയായിരുന്നു, ഈ പ്രശ്നം അവസാനിച്ചത്. ഈ ട്രോളിനെ ഒരു പേടി ഉണ്ടായിരുന്നു സ്പീക്കർ ആകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് അറിയാലോ ഭീകര ട്രോളായി മാറും. അതൊക്കെ ശരി. ഞാനതുകൊണ്ട് പിന്നെ ഞാനൊരു 36 വർഷമായിട്ട് നിയമസഭയ്ക്കകത്തുള്ള ആളല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ വരുപരായികകളും പ്ലസും മൈനസും ഒക്കെ ഏകദേശം എൻ്റെ ഒരു മനസ്സിലൊരു ധാരണയുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് യോജിച്ച് ഭംഗിയായിട്ട് പോകും. എല്ലാ ആളുകളും നന്നായി സഹകരിക്കുകയും ചെയ്തു. ട്രോളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കെ രാജനെ അദ്ദേഹം പ്രസംഗം നടത്തിക്കൊണ്ട് പറയുകയാണ്, താങ്കൾ എന്തെങ്കിലും പരാമർശം നടത്തിയാൽ അതൊരു ട്രോളായി മാറും, ട്രോളിങ്ങിന് വിധേയമായി മാറുമെന്നാണ് പറഞ്ഞത്. അല്ല, രാജൻ അതിനുശേഷം ഞാൻ രാജനുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ചു. രാജൻ ഒരു വാക്ക് ആവർത്തിച്ചിങ്ങനെ പറഞ്ഞു, ഞാൻ വാക്കൗട്ട് നടക്കുന്നത്, ആ വാക്കൗട്ട് നടത്തുന്ന പറഞ്ഞ സമയത്ത് താങ്കൾ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു സ്പോണ്ടേനിയസ് കമൻറ്റാണ്, അത് കരുതിക്കുട്ടിയൊന്നും പറഞ്ഞില്ല, ഒരു സ്പോണ്ടേനിയസ് കമൻറ്റാണ്. അപ്പോൾ രാജനൊരു സങ്കടം തോന്നിയ പോലെ എനിക്കും മനസ്സിലായി. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു, അദ്ദേഹവുമായിട്ട് ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയാണെന്ന് പറഞ്ഞു. സംസാരിച്ച് അദ്ദേഹത്തിനും അതിൻ്റെ ഒരു വിഷമങ്ങളെല്ലാം മാറി. ചുരുക്കി പറഞ്ഞാൽ ഈ സഭ അവസാനിച്ചപ്പോൾ എല്ലാവരുടെയും ചിരിക്കുന്ന മുഖം കണ്ട് എനിക്ക് ആ പടിയിറങ്ങാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ സക്സസ്. ഒരു പുതുമുഖത്തിന് സംസാരിക്കാൻ കൂടുതൽ സമയം കൊടുത്തു എന്ന് പറഞ്ഞ് പിണറായി പോലും ചൂടായി സംസാരിക്കുന്നു. അത് പിണറായി വിജയൻ പ്രതിപക്ഷത്ത് നേതാവെന്നുള്ള നിലയിൽ മാത്രമല്ല, കേരളത്തിൽ 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ആളാണ്, സീനിയറായിട്ടുള്ള ആളാണ്, പ്രതിപക്ഷ നിലയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഡ്യൂ റെസ്പെക്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് നാച്ചുറൽ അല്ലേ, അങ്ങനെ ചെയ്യണം.
സഭാ നേതാവും പ്രതിപക്ഷ നേതാവും സ്വാഭാവികമായിട്ടും ചെയറിന് മുമ്പിൽ നമ്മൾ നല്ല റെസ്പെക്റ്റ് കൊടുക്കേണ്ട രണ്ട് പദവിയിലിരിക്കുന്ന ആളാണ്. അതെ. സഭാ നേതാവിനോടും അതുതന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സഭയിലുള്ള എല്ലാ ആളുകളിലും കഴിയുന്നത്ര അങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുൻനിരയിലിരിക്കുന്ന ആളുകൾ അവരുമായിട്ട് തർക്കത്തിനും നമ്മൾ പോകില്ല, അവരുമായിട്ട് നമ്മൾ സഹകരിച്ച് പോകണം. സഭ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതിൽ ഗവൺമെൻറ്റിനെ സഹായിക്കുക എന്നുള്ളതും സ്പീക്കറുടെ ചുമതലയിൽപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ സഭ ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി ഇരുപക്ഷത്തുമുള്ള ആളുകൾ സ്പീക്കറോടും സഹകരിക്കണം. അങ്ങനെ ഭംഗിയായിട്ട് പോകണം. ഇതിൽ BJPയുടെ സ്നേഹിതന്മാരുണ്ട്. അപ്പോൾ അവർ മൂന്നാളുകൾ. ഞാൻ എല്ലാ ആളുകളോടും ഈ പറഞ്ഞ മാതിരി ഒരു മാന്യമായ രൂപത്തിലുള്ള സമീപനം എടുത്ത് മുന്നോട്ട് പോയി എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഇത്ര എക്സ്പീരിയൻസ് ആയി, പൊതുവെ സഭാ TV കാണുമ്പോൾ, സഭയിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെ ദുർബലമായൊരു പ്രതിപക്ഷമാണ്. അത് സ്വാഭാവികമായിട്ട് ഓരോ കാലഘട്ടത്തിലുണ്ട്. ശ്രീ K. കരുണാകരൻ കേരളത്തിൽ 9 അംഗങ്ങൾ മാത്രമുള്ള ഒരു പ്രതിപക്ഷമായിട്ട് ഒരിക്കലും ഇരുന്നിട്ടില്ലേ? ആജാനബാഹുക്കളായ ബഹുജന നേതാക്കന്മാരാണെന്ന് ഇവിടെ ട്രഷറി ബെഞ്ചിലുണ്ടായിരുന്നത്. അദ്ദേഹം പ്രതിപക്ഷത്ത് ഒരു ശൂന്യമായ പ്രതിപക്ഷം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രൂപത്തിലിരുന്നില്ലേ 1967. അതിനുശേഷം പിന്നീട് വന്നപ്പോൾ പൊളിറ്റിക്സ് മാറി പല രൂപത്തിൽ വന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷത്തകത്തും പുതിയ അംഗങ്ങൾ വളരെ കൂടി. ആ പുതിയ അംഗങ്ങൾ കൂടിയത് കൊണ്ട്, ആദ്യത്തെ സഭയായതുകൊണ്ട് അവർക്കൊന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ ഒരു വാമിംഗ് അപ്പ് വേണം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതവർ വാമിംഗ് അപ്പ് നടത്തി വരും. മാത്രമല്ല ഒരിക്കലും ഒരു സഭയുടെ ഒരു പൊതുസ്ഥിതിയിൽ ഒരു അഗ്രസീവായിട്ടുള്ള പൊസിഷനിൽ പോകുന്നതല്ലല്ലോ നല്ലത്. അവർക്ക് പറയാനുള്ളത് പറയാം, കറക്റ്റായിട്ട് പറയാം. ജനങ്ങളെ അറിയിക്കേണ്ട കാര്യം സഭയിലൂടെ അറിയിക്കുകയാണ്. അതിനകത്ത് നമ്മൾ ശബ്ദഘോഷത്തിനോ അതല്ലെന്ന് വരില്ല ഏതെങ്കിലും ആവേശപ്രകടനത്തിനോ അല്ല പ്രാധാന്യം. അത് അവരുടെ ഇൻ്റലക്ച്വലായിട്ടുള്ള സമീപനം ഉണ്ടാകണം. ഞാൻ ഇന്ന് ഓർക്കുന്നു, നമ്മളുടെ സഭയിൽ ശ്രീ ബേബി ജോൺ സാറ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ആ പ്രസംഗം ഇത്തിരി നീണ്ടാലും ആളുകൾക്ക് അതിർത്തിയില്ല. കാരണം കണ്ടൻസ് ഉള്ള പ്രസംഗമാണ്. ആ നിലയിലാണ് പോകുന്നത്. അന്തരിച്ചു പോയ ശ്രീ ഉമ്മൻചാണ്ടി ക്രക്സ് ഓഫ് ദ പോയിൻ്റ് ആ നിലയിലാണ് അദ്ദേഹം കാര്യങ്ങളെ സമീപിക്കുന്നത്. ശ്രീ BV രാഘവൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല കറക്റ്റായിട്ടാണ് ഇത് പറഞ്ഞത്. അച്ഛനും ആ കാറ്റഗറിയിൽ വന്നുപെടുന്ന ആളാണ്. അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ സംസാരിച്ചു പോകുന്ന നല്ലതായിട്ടാണ് ശ്രീ പങ്കജാക്ഷൻ അദ്ദേഹത്തെ ഞാനിലെത്തിയിട്ടുള്ളത്. പിണറായി വിജയൻ ഇത്ര പ്രായം അദ്ദേഹത്തെ ഒരു വേട്ടയാടുന്നുണ്ട്. കാരണം ഇന്നലെ അദ്ദേഹത്തിൻ്റെ വളരെ ബഹളം ഉണ്ടാകുമ്പം KN ബാലഗോപാൽ പറയുകയാണ്, LOP നിങ്ങൾ എന്തെങ്കിലും പറയൂ എന്ന് പറയുകയാണ്. ഒരു ദുർബലനായ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രായാധിക്യം കൊണ്ടൊക്കെ മാറുന്നുണ്ടോ? താങ്കളുടെ ഒരു ഒബ്സർവേഷൻ. ഞാനത് ആ നിലയിൽ പ്രായം എല്ലാവർക്കും ഒരുപോലെ ആവില്ലേ. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് പറയുന്നത്. പ്രായം ചെല്ലുന്നവർക്ക് അവർക്കൊരു പക്വത അങ്ങോട്ട് വർദ്ധിക്കും. ആ പക്വതയുള്ളപ്പോൾ എപ്പോഴും എടുത്തു ചാടി ഒരു സ്പ്രിങ് ആക്ഷനിൽ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അതിന് അവരുടെ അവശതയായിട്ടോ അല്ലെങ്കിൽ അവരുടെ മേലായികയായിട്ടോ നമ്മളതിനെ ചിത്രീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം പറയേണ്ട സമയത്ത് അദ്ദേഹം പറയും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഗുണമുണ്ട്, പറഞ്ഞാൽ കറക്റ്റായിട്ട് അത് ആ ഷാർപ്പായിട്ട് ആ പോയിന്റിലായിരിക്കും അദ്ദേഹം വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് സഭയിൽ ഒരാളിനെ അങ്ങനെ, പ്രത്യേകിച്ച് LOP പോലെ ഒരാളിനെ അങ്ങനെ ക്ഷോഭിച്ച് ഇരുത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ പറയിപ്പിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. ബാലഗോപാലിൻ്റെ ആ സമീപനം ശരിയായിരുന്നില്ല. അല്ല, ഞാൻ ബാലഗോപാൽ എന്നുള്ളതല്ല, ആരായാലും ശരി, അതല്ല. അത് വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ LOPയുടെ അടുത്ത ഒരു കാര്യം പറഞ്ഞു. ഒരു പരാമർശനം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തന്നെ വളരെ സൗമ്യമായിട്ട് ഞാൻ പറഞ്ഞു, അങ്ങേപ്പോലെ ഒരാൾ അത് ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങേപ്പോലെ ഒരാൾ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം അത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു, തർക്കം പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ആലോചിച്ചുള്ളൂ, അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല, എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല, അതൊരു മറ്റൊരു മന്ത്രിയെക്കുറിച്ചാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തതാണ്, എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞതിനേക്കാൾ ഒരു തിരുത്തി പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അത് നിർബന്ധിച്ചിട്ടുണ്ടല്ലോ. അതിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതിലാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ട് പ്രതിപക്ഷത്തെയൊക്കെ നിഷ്പ്രഭരാക്കി കളയുന്നു എന്നാണ് ഈ സഭ കാണുമ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരുമ്പോഴത്തേനും പൊതുവിലുള്ള അഭിപ്രായം. എനിക്ക് ശ്രീ VD സതീശൻ്റെ സഭയിലെ പെർഫോമൻസ് സൂപ്പർ പെർഫോമൻസ് ആണെന്നുള്ള അഭിപ്രായമാണ്.
ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇത്രയും നല്ല ഗംഭീര പെർഫോമൻസ് നടത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന കാലത്ത് ആഞ്ഞടിക്കാം, അവിടെ രണ്ട് വാക്കുകൾ അധികമായാലും ഒരു പ്രശ്നവുമില്ല. ഭരണകക്ഷിയിലാകുമ്പോൾ അതിന് ചില പരിമിതി വരും. അതിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ഉത്തരവാദിത്വം വർദ്ധിക്കുകയും ചെയ്യും. അദ്ദേഹം അങ്ങനെ വളരെ സൂപ്പർ പെർഫോമൻസ് നടത്തും എന്നൊരു പ്രതീക്ഷ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനെയെല്ലാം അതിലംഘിച്ച് അദ്ദേഹം നല്ല മനോഹരമായിട്ട് കുറിക്ക് കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു സമീപനമാണ് എടുത്തത്. അതിൽ ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. മദ്യനയം ഒരു സാറിപ്പോൾ ഈ നിയമസഭയുടെ സ്പീക്കറിൻ്റെ കസേരയിരുന്ന ഈ മദ്യനയ ചർച്ചകൾ കാണുന്നു. മദ്യനയത്തിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച ഈ സർക്കാരിന് പറ്റി? ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഗവൺമെൻറ് തീരുമാനമാണ്. ആ തീരുമാനത്തെക്കുറിച്ച് സ്പീക്കർ അതിൻ്റെ ഗുണവും ദോഷവും പറയാനായിട്ട് പോകുന്നത് ശരിയല്ല. പൊളിറ്റിക്കലി ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എനിക്ക് പറയുന്നതിന് കുഴപ്പമില്ല. പൊളിറ്റിക്കലി പക്ഷേ ഇപ്പോഴത്തെ ഒരു പൊസിഷനിൽ ഈ ആരംഭദശയിൽ ഞാൻ ഗവൺമെൻറ് എടുത്ത ഒരു പൊസിഷൻ കറക്റ്റോ അല്ലയോ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നത് ശരിയല്ല. പൊളിറ്റിക്കലി ഒരു ക്വസ്റ്റ്യൻ, അതായത് ഈ മദ്യത്തിന് വീര്യം കുറഞ്ഞത് വീര്യം കൂടിയത് എന്നുള്ളൊരു കാറ്റഗറി ഉണ്ടോ? മദ്യമെല്ലാം മദ്യമല്ലേ? മദ്യമെല്ലാം മദ്യമാണ് പണ്ട് മുതലേ. പക്ഷേ വീര്യം കുറഞ്ഞത് എന്ന് ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് വന്ന കാലം മുതൽ നമ്മളുടെ കേരളത്തിൽ പറഞ്ഞു കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അത് ഉദയഭാനു സാർ എന്ന് പറയുന്ന ആരാണെന്ന് അറിയാമല്ലോ, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആളുകൾ ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അവരവരുടെ സന്ദർഭം വരുമ്പോൾ ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് എന്നത് കോട്ട് ചെയ്യുകയാണ്. അത് അപ്പുറത്തും പറയുന്നുണ്ട് ഇപ്പുറത്തും പറയുന്നുണ്ട്. അപ്പോൾ ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടിനെ എല്ലാവരും അംഗീകരിക്കുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി എന്നുള്ള നിലയിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. ഞാനതുകൊണ്ട് ഗവൺമെൻറ് എടുത്ത് ഇവിടെ പ്രശ്നം ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടല്ല, ഇവിടെ പ്രശ്നം ടാക്സിൻ്റെ കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനാണ്, ഒരു ഗവൺമെൻറ്റിൻ്റെ സ്വയമായ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഇപ്പോൾ വേറൊന്നും മാത്രമല്ല, ഗവൺമെൻറ് അതിനകത്ത് വേറെ നടപടി കൂടി എടുത്തിട്ടുണ്ട്. അവർ സത്യം പറഞ്ഞ ഡിക്ലറേഷൻ ഉണ്ടാകണം, ഇത് നടപ്പാക്കുന്ന തീയതി എവിടെ എന്ന് പറഞ്ഞ് ഇതിന് ബില്ലിനകത്തൊരു ഡിക്ലറേഷൻ വേണം. ആ ഡിക്ലറേഷനിൽ ഡേറ്റ് പറഞ്ഞിട്ടേയില്ല, ഓപ്പൺ ആക്കിയിട്ടിരിക്കുക. അത് ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. ആ ഡേറ്റ് പറഞ്ഞിട്ടേ ഇല്ല. അതേസമയം ബാക്കിയുള്ള ഫിനാൻസ് ബില്ലിനകത്തുള്ള ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഏപ്രിൽ 1-ാം തീയതി മുതൽ അടുത്ത മാസം 1-ാം തീയതി മുതൽ അതിന് ഇഫക്റ്റ് എന്നുള്ള നിലയിലേക്ക് ജൂലൈ മാസത്തിൽ 1-ാം തീയതി മുതൽ ഇഫക്റ്റ് എന്നുള്ള നിലയിൽ തീരുമാനമുണ്ട്. എന്നാൽ ഈ കാര്യത്തിനകത്ത് ഓപ്പണാക്കിയിട്ടിരിക്കുകയാണ്, ഡിക്ലറേഷനില്ല. അതുകൊണ്ട് അതിനുള്ള ഒരു അഭിപ്രായം ഗവൺമെൻറ് പറയട്ടെ. താങ്കൾ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് TP ചന്ദ്രശേഖരൻ വധക്കേസ് ഉണ്ടാകുന്നതിൻ്റെ അന്വേഷണം നടക്കുന്നു, പല അറസ്റ്റുകളും നടക്കുന്നു. അതിനുശേഷം രമയെ സഭയിൽ കാണുമ്പോൾ എന്ത് തോന്നും? സത്യം പറഞ്ഞാൽ വലിയ സങ്കടമുണ്ടായി. എനിക്ക് രമ മാത്രമല്ല, എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു സീനുണ്ട്. TP ചന്ദ്രശേഖരൻ്റെ അമ്മ, TP ചന്ദ്രശേഖരൻ്റെ മകൻ രമ, ഈ മൂന്നാളുകൾ എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു വികാരമാണ്. അതോടൊപ്പം ഞാൻ ചെന്ന് ഇതിൻ്റെ ക്ലൈമാക്സ് നിൽക്കുന്ന ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ അത് മാധവേട്ടൻ രമയുടെ പിതാവാണ്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പ്രായമുള്ള ആളാണ്, പഴയ കമ്മ്യൂണിസ്റ്റാണ്. കരഞ്ഞുകൊണ്ട് നിന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊരു സീൻ എനിക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പൊതുപ്രവർത്തനം, നമ്മളൊക്കെ ആ റൂട്ടിൽ കൂടെ വന്നതല്ലേ. നമ്മളിങ്ങനെ വിദ്യാർത്ഥി സംഘടന, പൊതുപ്രവർത്തനം, അങ്ങനെ യുവജന സംഘടന, അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് വന്നതല്ലേ. ആ ഒരു പാരമ്പര്യമുള്ള ഞാൻ ഇതുപോലൊരു സീൻ കാണുമ്പോൾ എൻ്റെ മനസ്സിനുണ്ടാകുന്ന വികാരം എന്താ? അതുകൊണ്ട് ഞാൻ അതിനകത്ത് തൃപ്തികരമായി പോകണം. ഒരിക്കലും അതിനകത്ത് ഡീവിയേഷൻസ് വേണ്ട. കള്ളത്തരത്തിലൊരു കേസ് നമ്മൾ മനഃപൂർവ്വമായിട്ട് കെട്ടിച്ചമച്ച് കൊണ്ടുപോയാൽ ആ കേസ് കോടതിയിൽ നിൽക്കത്തില്ല. അപ്പം പലരും പറഞ്ഞ് നമുക്കിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഈ വള്ളം കളിക്കുമ്പോൾ കരയ്ക്ക് നിന്ന് കൈയടിക്കുന്നവരും അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുമുണ്ട്. ഉത്സാഹ കമ്മിറ്റിക്കാരുടെ പിടിക്കകത്തല്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ പോകേണ്ടത്. ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ സത്യസ്ഥിതി അനുസരിച്ച് പോകണം. അത് പോയില്ലെങ്കിൽ നീതിന്യായ കോടതിയുടെ മുമ്പിൽ അത് നിൽക്കുന്ന പ്രശ്നമേയില്ല. ഈ കേസിനകത്ത് ആ നീതിയോടുകൂടി പോയി ആ നീതിയുടെ ട്രാക്ക് വിട്ടുപോകാൻ നമ്മൾ സമ്മതിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഫൈനാലിറ്റി.
അതുകൊണ്ടാണ് ആ കേസിനകത്ത് ശിക്ഷ കൃത്യമായി വന്നുപെട്ടത്. പല പ്രമുഖ നേതാക്കളെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞൊരു ഇത് ഞാൻ അതിലോട്ട് പോകുന്നില്ല. അത് വന്നാൽ ചില വ്യക്തികളിലോട്ടാണ് വന്ന് ചുരുങ്ങുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഉത്സാഹ കമ്മിറ്റിക്കാരുടെ ഒരു ബഹളം ഉണ്ടല്ലോ, അത് വേറെ, പലരെ ഉൾപ്പെടുത്തണം. അത് വേറെ. നമ്മളുടെ പൊസിഷൻ എന്താ? തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പോകണമെന്നാണ്, അന്യായമായ രൂപത്തിൽ പോകരുത്. അതിനെന്നെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് അല്ലെങ്കിൽ വിജയിക്കത്തുമില്ല. കാരണം നമ്മളെ കള്ളത്തരത്തിൽ ആളുകളെ കൊണ്ടുവന്നാൽ അതൊന്നും വിജയിക്കില്ല. പ്രതികളെ ഞങ്ങൾക്ക് തരാം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് വേണ്ട, അതിനായി പോലീസ്, അതിനായി തൊപ്പി ക്യാപ്പൊക്കെ ഇട്ട് ഇവർ ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് അത് മതി, അവർ കണ്ടുപിടിച്ചോട്ടെ, ഞാനും ഇടപെടുന്നില്ല. അത് കൃത്യതയോടുകൂടി പോകാൻ വേണ്ടി സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുക എന്നുള്ള ചുമതലയാണ് എനിക്കുള്ളത്. ഞാനത് ചെയ്തു. അത് കൃത്യമായി ആ രൂപത്തിൽ പോവുകയും ചെയ്തു. താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിലും മന്ത്രി എന്നുള്ള നിലയിൽ, പ്രത്യേക ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇത്. ആയിരുന്നു എന്ന് മാത്രമല്ല, അത് ഈ വീട്ടിലാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എനിക്കിവിടെ ചില പരിപാടികളുണ്ടായിരുന്നു. അതിന് ഞാനൊരു വൈകുന്നേരം ഒരു 9:30 കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ കിടക്കുന്നതിന് വേണ്ടി ഒരുങ്ങി യഥാർത്ഥത്തിൽ കിടന്നതാണ്. അപ്പോഴാണ് എനിക്ക് ശ്രീജിത്തിൻ്റെ ഒരു ഫോൺ വരുന്നത്. അദ്ദേഹം സിറ്റി കമ്മീഷണറായിരുന്ന ആ സമയത്ത്. ഞാൻ ആ ഫോൺ കേട്ട് പിന്നെ അവിടെ മുതൽ അത് തുടങ്ങുകയാണ്. ഞാൻ പിന്നെ ഒരു നിമിഷം താമസിച്ചില്ല. 2 കാര്യങ്ങൾ ആദ്യം ഞാൻ ചെയ്തത്. ഒന്ന്, അന്ന് ഡൽഹിയിലായിരുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ വിവരം അറിയിച്ചു. ശ്രീ ഉമ്മൻചാണ്ടി അന്ന് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തിന് വരാനായിട്ട് ഉള്ള എയർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അത് ക്യാൻസൽ ചെയ്യണം, അങ്ങ് കോഴിക്കോട് വരണമെന്ന് പറഞ്ഞു. ഞാൻ നേരെ കോഴിക്കോടിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ കോഴിക്കോടിന് പോയി. കൂട്ടത്തിൽ അന്ന് DGPയും ഡൽഹിയിലായിരുന്നു, ഇവിടെ ശ്രീ ജേക്കബ് പുന്നൂസ്. അദ്ദേഹത്തെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട്, അദ്ദേഹം തിരുവനന്തപുരത്തിനാണ് ടിക്കറ്റ് എടുത്തിരുന്നത്, ഇവിടെ കോഴിക്കോട്ട് വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം കോഴിക്കോട്ട് വന്നു. ഇവർ രണ്ടാളും വരുന്നതിന് മുമ്പ് ഞാൻ കോഴിക്കോട്ടെത്തി. കാരണം എനിക്ക് ഇത്രയും ദൂരം പോയാൽ പോരെ, അവരെപ്പോൾ അതേസമയം ആ ഫ്ലൈറ്റിൻ്റെ ടൈം അനുസരിച്ചല്ലേ അവർക്ക് എത്താൻ കഴിയും. അതുകൊണ്ട് വേഗം പോയി. ഏത് കൊലപാതകത്തിനായാലും ഏത് സംഭവത്തിനായാലും ആ കൊലപാതകത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പിടിക്കണമെങ്കിൽ ഇതിനൊരു ഗോൾഡൻ ടൈം അവറുണ്ട്. ആ ഗോൾഡൻ അവർ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ തെളിവും കിട്ടുകയില്ല. പ്രത്യേകിച്ച് ആസൂത്രിതമായ ഒരു കൊലപാതകത്തിൽ തെളിവ് കിട്ടുന്ന പ്രശ്നമേയില്ല. അതിൻ്റെ സാഹചര്യമൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം അത് വളരെ ആസൂത്രിതമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ ഗോൾഡൻ അവർ നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ശ്രീജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നമ്മളിവിടെ പോലീസ് എത്ര നമുക്കുണ്ടാവും? ഹൈവേയിലാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹൈവേ ബ്ലോക്ക് ചെയ്യാനുള്ള നടപടിയെടുക്കണം, അതിന് നമുക്ക് എത്ര പോലീസുണ്ടെന്ന് പറഞ്ഞു. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2000 മെൻ ബാരക്കിൽ നിന്നൊക്കെ ആയിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞു. ഹൈവേ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. ഹൈവേ ബ്ലോക്ക് ചെയ്തപ്പോൾ വണ്ടിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ടല്ലോ. അത് ആ ഒരു വേർഷനിൽപ്പെട്ട വണ്ടികളൊക്കെ അന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു രാത്രി തന്നെ. അപ്പോൾ ഈ വണ്ടിക്ക് പുറത്തോട്ട് പോകാൻ പറ്റിയില്ല. വണ്ടി പുറത്ത് പോകാതിരുന്നപ്പോൾ വണ്ടി അവിടെ തന്നെ ഇട്ടിരുന്നു. ആ വണ്ടിയിൽ നിന്നാണ് ആദ്യത്തെ തെളിവ് കിട്ടുന്നത്. ആദ്യത്തെ തെളിവ് അവിടെ നിന്ന് ആരംഭിക്കുകയായിരുന്നു. രമ ശരിക്കും സംതൃപ്തയാണോ ഈ അന്വേഷണത്തിൽ? താങ്കളോട് സംസാരിച്ചിട്ടുണ്ടോ? പിന്നെ എന്നോട് രമയ്ക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പ് മാറി. പിന്നെ എനിക്ക് രമയോട് സിമ്പതി രേഖപ്പെടുത്തുകയല്ലാതെ എനിക്ക് ആധികാരികമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. മുഴുവൻ പ്രതികളെ പിടിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അതിനകത്ത് യഥാർത്ഥത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികളെ എല്ലാവരെയും നമ്മൾ പിടിച്ചു. 117 പ്രതികളെയാണ് അന്ന് ഉണ്ടായിരുന്നത്. ആ 117 പ്രതികളെയും നമ്മൾ പിടിച്ചു. എൻ്റെ ഊഹമനുസരിച്ച് ഏകദേശം പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ പിടിച്ചു. അല്ലാത്ത ഉണ്ടാകാൻ സാധ്യതയൊന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ ഒരു ചോദ്യം, പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു സോളാർ കേസ്. താങ്കൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിദേശത്തായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ ജോപ്പനെ അറസ്റ്റ് ചെയ്തത്. അതിൽ ഉമ്മൻചാണ്ടി പിന്നീട് എന്തെങ്കിലും സംസാരിച്ചിരുന്നു? ഉമ്മൻചാണ്ടി ഇല്ലെന്ന് മാത്രമല്ല, ആദ്യം ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ഞാൻ തന്നെ 2 DGPമാരെ പറഞ്ഞു വിട്ടു. അദ്ദേഹം വരുന്ന സമയത്ത് കാത്തു നിന്ന് അദ്ദേഹത്തോട് ഇത് പറയണമെന്ന് പറഞ്ഞു. അറസ്റ്റിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻ്റെ ചാർജുണ്ട്. അതിൻ്റെ ഹെഡായ ശ്രീ ഹേമചന്ദ്രൻ, ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് അഡ്വൈസർ
ഹേമചന്ദ്രൻ, ശ്രീ നമ്മളെ സെൻകുമാർ, അതെ. ഇവർ രണ്ടുപേരുമായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ്റെ ചാർജുണ്ടായിരുന്ന ആളുകൾ. ഞാൻ അവർ രണ്ടുപേരും പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് വിവരങ്ങളെല്ലാം വിശദീകരിക്കണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അവരുടെ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ശ്രീ ഹേമചന്ദ്രൻ്റെ സമയത്താണ്, അതറിയാമല്ലോ. അങ്ങനെയാണ് അറസ്റ്റ് നടന്നത്. ശ്രീ ഹേമചന്ദ്രനും ശ്രീ സെൻകുമാറും ശ്രീ ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അദ്ദേഹത്തോട് എയർപോർട്ടിൽ വെച്ച് വരുന്ന വഴി ഞാൻ തന്നെ അദ്ദേഹത്തോട് പിന്നീട് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഇതാണ് കാര്യങ്ങൾ. ഞാൻ അതിനകത്ത് പറയാവുന്ന കാര്യങ്ങളെ ഇന്നും പറയാവൂ, പറയരുതാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നത് ശരിയല്ല. അതിനകത്ത് പിടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. പിടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ. വെറുതെ വഴിയെ പോകുന്നതിനെ കൈകൊട്ടി നീ ഇങ്ങോട്ട് കയറിക്കോ എന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. അത് എന്നെപ്പോലെ ഒരാൾ ആ കാരണമില്ലാതെ സമ്മതിക്കുന്ന പ്രശ്നമുണ്ടോ? പക്ഷേ ഈ ജോബനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഹേമേന്ദ്രൻ താങ്കളുമായി സംസാരിച്ചിരുന്നു? ഇല്ല, സംസാരിച്ചിട്ടില്ല, എന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹേമേന്ദ്രനോട് ആദ്യം സത്യം പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ക്ഷോഭിച്ച് സംസാരിച്ചു. ഞാൻ അതുപോലെ ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരോട് ക്ഷോഭിച്ച് സംസാരിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ചെറിയ ആഘാതം പോലെ ഉണ്ടായി. അത് ശരിയല്ല എന്നൊരു മട്ട് എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ ശ്രീ ഹേമേന്ദ്രനെ വിളിച്ചു. ഹേമേന്ദ്രൻ എന്നോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ഹേമചന്ദ്രനും ശ്രീ സെൻകുമാറും ഒരുമിച്ച് ശ്രീ ഉമ്മൻചാണ്ടിയെ കണ്ട് വിശദീകരിക്കണമെന്ന് പറഞ്ഞത്. എനിക്കിപ്പോഴും ഞാൻ പറയേണ്ടത്, അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? എന്താ കാരണം എന്നുള്ളത് ആളും ചോദിച്ചിട്ടുമില്ലല്ലോ. ഇനിയിപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം, ഈ സംഭവം കഴിഞ്ഞ് ഒരു ദശാബ്ദം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനകത്ത് എന്തെങ്കിലും പറയുന്നത് ശരിയാണോ? എന്തെങ്കിലും അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. പക്ഷേ കാരണം ഉണ്ടെങ്കിലും ഇപ്പോൾ താങ്കൾ ഹേമേന്ദ്രനോട് ക്ഷോഭിക്കാനുള്ള ഒരു കാരണം, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയോട് പറയേണ്ടതായിരുന്നു, ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകാൻ പോവാണ്, ജോപ്പൻ കുറ്റം ചെയ്തു എന്ന് പറയേണ്ടതായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. എനിക്ക് ആ തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഹേമേന്ദ്രൻ പറഞ്ഞു, സാർ അത് ഞാൻ പറഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞില്ല, മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല. അത് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ കഴിയാതെ വരുമോ എന്നൊരു സംശയം ഉണ്ടായതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇതൊരു പോലീസ് ഓഫീസറുടെ നാച്ചുറലായിട്ടുള്ള സംശയമല്ലേ. അങ്ങനെ ഇത് ചോദിച്ചാൽ അത് ചിലപ്പോൾ സമ്മതിച്ചില്ലെങ്കിലോ എന്നൊരു ധാരണ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നടന്നത് എന്ന് ശ്രീ ഹേമേന്ദ്രനോട് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിന് ശേഷമാണ് ഞാൻ അറിയുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെയുണ്ട്. അത് ഞാൻ പറഞ്ഞ ഇതാണ്, ഇത്രയും ടോപ്പായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നല്ല കൃത്യതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഡ്വൈസറായിട്ട് തന്നെ വെക്കാൻ യോഗ്യതയുള്ള ശ്രീ ഹേമചന്ദ്രൻ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ചെയ്യുമോ എന്നുള്ള ഒരു നിലയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഈ ഉമ്മൻചാണ്ടിയുടെ ഒരു വേർപാട്, അദ്ദേഹം ഇല്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പാണത്, എങ്ങനെ ഫീൽ ചെയ്യുന്നു? വളരെ ഒരു സഹോദരൻ്റെ മരണം പോലെയാണ്. എല്ലാ കാര്യത്തിലും ഉമ്മൻചാണ്ടി ടച്ചുണ്ട്. ഉമ്മൻചാണ്ടിയെ ഇപ്പോഴും ഉമ്മൻചാണ്ടിയെ ഒരു കോട്ട് ചെയ്യാത്ത ആളുകളില്ലല്ലോ. നിയമസഭയ്ക്കകത്താണെങ്കിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് എന്തെല്ലാം കോട്ട് ചെയ്യുന്നുണ്ട്, പോസിറ്റീവായിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്, പബ്ലിക്കിൻ്റെ മുമ്പിൽ എന്തെല്ലാം പറയുന്നുണ്ട്. അന്ന് പ്രതിപക്ഷം കുറച്ച് പൊളിറ്റിക്കലായിട്ട് എതിർത്തു എങ്കിലും ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ഉമ്മൻചാണ്ടി അവർ തന്നെ പോസിറ്റീവായിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. ഉമ്മൻചാണ്ടി ഒരു അമാനുഷനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഈ സോളാർ അദ്ദേഹത്തെ ശരിക്കും വിഷമിപ്പിച്ചിരുന്നു? അദ്ദേഹത്തിൻ്റെ ഒരു മനസാക്ഷി പോലെ ഉണ്ടായിരുന്ന ഒരാളാണ് താങ്കൾ. സോളാർ അദ്ദേഹത്തെ വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിലൊന്നും നമുക്ക് വലിയ കുലുക്കമൊന്നുമില്ല. പക്ഷെ നിയമസഭയിൽ ചില ആളുകളുടെ പ്രസംഗമുണ്ട്, അതിൽ അദ്ദേഹം ദുഃഖിതനായിരുന്നു എന്നെനിക്കറിയാം. ആ പ്രസംഗം നടത്തിയതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരാരും ഇപ്പോൾ നമ്മുടെ കൂടെ ലൈവായിട്ടില്ല, അതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. പക്ഷേ ചില ആളുകളുടെ പ്രസംഗങ്ങളുണ്ടായിരുന്നു, അത് പുള്ളിയുടെ മനസ്സിൽ ശരിക്കും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്, സത്യമാണത്. ഇപ്പോൾ താങ്കൾ ആഭ്യന്തരമന്ത്രിയായിരുന്നു, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ്. രമേശ് ചെന്നിത്തലയുടെ പെർഫോമൻസ് ഒന്ന് വിലയിരുത്താൻ പറ്റും? ഇപ്പോൾ തൂഫാൻ നല്ല ക്ലിക്ക് ചെയ്തില്ലേ രമേശ് ചെന്നിത്തല? ഒരു തൂഫാൻ നല്ലൊരു സമയം. അതിൽ ഒന്ന് ഈ ടൈമിൻ്റെ പ്രത്യേകത, പുതിയ ഗവൺമെൻറ്, അതിൻ്റെ പേരിൽ നടപടിയില്ല എന്നുള്ള ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു ആശങ്ക, അതോടൊപ്പം തന്നെ ജനമധ്യത്തിൽ ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ളൊരു ചിന്ത, അത് ജനസമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായി മാറി. അതുകൊണ്ട് ജനങ്ങളത് പൂർണ്ണമായി ഏറ്റെടുത്ത് തൂഫാൻ നന്നായിട്ട് ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. അതാ രമേശ് ചെന്നിത്തല. കാരണം ഇതിനു മുമ്പ് ഇതൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ അദ്ദേഹം ഒരു പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ
അദ്ദേഹം വലിയ നോവൽറ്റിയുള്ള ഒരു നടപടി എന്നുള്ള നിലയിൽ എല്ലാവരെയും സഹകരിപ്പിച്ച് ഭംഗിയായിട്ട് പോയി. അത് നന്നായിട്ട് ക്ലിക്ക് ചെയ്യുകയും ചെയ്തു. എല്ലാവരുടെ ബഹുജനങ്ങളുടെ കയ്യടി മേടിച്ച ഒരു ഇനമായി അത് മാറിയല്ലോ. അതാണ് രമേശ് ചെന്നിത്തല. ഇപ്പം ചരിത്രത്തിലാദ്യമായിട്ട് ചില വാർത്തകൾ കേൾക്കുന്നു, കേരള നിയമസഭയിൽ ജനങ്ങൾക്കും ചോദ്യം ചോദിക്കാം. എന്താണ് ശരിക്കും അങ്ങനെ? എൻ്റെ കൺസെപ്റ്റ് അതാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് ജനപ്രതിനിധികളുടെ മാത്രമല്ലല്ലോ, ജനങ്ങളുടെ പ്രതിനിധിയാണ് ജനപ്രതിനിധി. നമ്മളിപ്പോൾ 365 ദിവസം നമ്മളുടെ ഈ പ്രവർത്തനത്തിൽ ഒരു കാലാവധി 5 കൊല്ലത്തിനുള്ളിൽ നിരവധി പ്രാവശ്യം കൂടുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു ചോദിക്കാനുള്ള ഒരു ചെറിയ സന്ദർഭം കൊടുക്കണ്ടേ? ഇപ്പോൾ ചോദ്യോത്തരവേള 1 മണിക്കൂറാണ്. ആ ചോദ്യോത്തരവേള എല്ലാ സെഷനിലും ഉണ്ട്. തുച്ഛം ചില ദിവസങ്ങളിൽ മാത്രമാണ് ചോദ്യോത്തരവേള ഒരു എക്സംഷനായിട്ട് അത് ഒഴിവാക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ ഷെഡ്യൂൾഡാണ്. ഇപ്പോൾ ജനങ്ങൾക്കൊരു ചോദ്യം ചോദിച്ചാൽ എന്താ? മലയാളികൾക്ക്, സർവ്വലോകത്തുള്ള ഒരു മലയാളിക്ക് നമ്മുടെ നിയമസഭയെക്കുറിച്ച്, നമ്മുടെ നിയമത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കാനായിട്ടുള്ള സന്ദർഭം കിട്ടുക എന്ന് പറയുന്നത് വളരെ ത്രില്ലല്ലേ? അതിനിപ്പോൾ ആധുനികമായ നമ്മളുടെ ഒരു സൗകര്യങ്ങൾ കൂടി വിനിയോഗിക്കണം. ആ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഒരു വെബ് ക്യാമറ ഉപയോഗിച്ച് എന്തുകൊണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ട്? എൻ്റെ അഭിപ്രായം ജനങ്ങളും നിയമസഭയും തമ്മിൽ കൂടുതൽ അടുക്കണം, കൂടുതൽ ബന്ധമുണ്ടാകണം. ജനങ്ങൾക്ക് അങ്ങനെ അടുക്കാൻ കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് അത്യുത്സാഹം ഉണ്ടാവുകയും ചെയ്യും, ഇതിനോടുള്ള മതിപ്പ് വർദ്ധിക്കുകയും ചെയ്യും. അവർക്ക് സഭയിലെത്തി ചോദ്യം ചോദിക്കാമോ അതോ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ചോദിക്കാം? അവർക്ക് ഇവിടെ ഓൺലൈനിൽ ചോദിക്കുക, അങ്ങനെയല്ലേ പറ്റൂ? അതെ. ഇപ്പോൾ ഡൽഹിയിലുള്ള ഒരു മലയാളി, അതെ, അദ്ദേഹത്തിനൊരു ചോദ്യം ചോദിക്കണം. അദ്ദേഹത്തിന് അതുകൊണ്ട് സഭയിൽ വന്നിട്ടൊരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല. അതിന് സഭയിൽ ഒരു എൻക്ലോഷർ ഉണ്ടാക്കി അതിനകത്തെ പ്രൊഫഷൻ അത് വേണ്ട. ഓൺലൈനിൽ ചോദ്യം ചോദിക്കുക, എന്ത് വിഷയങ്ങളെക്കുറിച്ച്, ഏത് വിഷയത്തെക്കുറിച്ച്. പക്ഷേ ഈ വിഷയം സെലക്ട് ചെയ്യുന്ന സ്പീക്കറാണ്. ഇപ്പോഴും അങ്ങനെയാണ്. ഏത് ചോദ്യത്തിനും ഉത്തരം കൊടുക്കാൻ പറ്റിയല്ല. അതിനകത്ത് ഇവിടെ ഏതൊക്കെയാണ് സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ഏത്, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ഏത് എന്ന് വിഭജനമുണ്ട്. ജനങ്ങൾക്കുള്ള ചോദ്യത്തിനുള്ള സമയം ഇത് എന്നുള്ളത് നമുക്ക് ആലോചിക്കണം. എന്നിട്ട് എല്ലാവരുമായിട്ട് ആലോചിച്ച് നമ്മുടെ നിയമത്തിനകത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം, റൂൾ ബുക്കിനകത്ത് ഒരു ചെറിയ ചേഞ്ച് വരുത്തണം. ഇത് പക്ഷേ ഒരു പൊതുചിന്തയുടെ അടിസ്ഥാനത്തിൽ, എല്ലാവരുടെയും കൂടി ഒരു പൊതുവായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള സന്ദർഭം കേരള നിയമസഭ ഉണ്ടാക്കിയാൽ 138 കൊല്ലക്കാലത്തെ ചരിത്രത്തിലെ സുവർണമായ ഒരു സന്ദർഭമാകും എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത സെഷനിൽ ഉണ്ടാവും ഇത്. അത് നമ്മളത് ആലോചിച്ചുകൊണ്ടിരിക്കുക, അതെല്ലാവരുമായിട്ട് ആലോചിക്കണം. ഒരു വിപ്ലവകരമായ തീരുമാനമായിരിക്കും. അതെ, അതാണ് എൻ്റെ വിപ്ലവം എന്നുള്ളതിനൊക്കെ കൂടുതൽ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനിലെ. നമ്മൾ 3.5 കോടിയോളം വരുന്ന മലയാളി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. ആ മലയാളിക്ക് നേരിട്ട് വന്ന് നിയമസഭയിൽ നിന്ന് കാണാൻ പറ്റിയാല. ഇതിൽ പങ്കെടുക്കാനൊരു പോസിറ്റീവായിട്ടൊരു ചോദ്യം ചോദിച്ചാൽ അവർക്കതിൽ സന്ദർഭമുണ്ട് എന്ന് കാണുന്നത് അവർക്ക് ജനാധിപത്യത്തോടും അവരുടെ മണ്ണിനോടും അവരുടെ നിയമസഭയോടും എല്ലാം വലിയ താല്പര്യമുണ്ടാകും, മതിപ്പുണ്ടാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത്തവണത്തെ നിയമസഭ ഭയങ്കരമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏറെ ആഘോഷിക്കപ്പെട്ടു. പല MLA-മാരും പറയുന്നത് തന്നെ ഒരു റീൽസ് സ്വഭാവത്തിലുള്ള വാക്കുകളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പഞ്ച് ഡയലോഗുകൾ. അതെ, എന്താണ് അങ്ങനെ? ഇത്തവണ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്, ഇത്തവണ ജനങ്ങൾ വലുതായിട്ട് ഇത് കണ്ടു, വാക്കുകൾ ശ്രദ്ധിച്ചു, ഭയങ്കരമായിട്ട് സമൂഹ മാധ്യമങ്ങൾ ആഘോഷിച്ചു. എന്താ കാരണം? അല്ല, അവർക്കൊരു താല്പര്യം ഉണ്ടാകണം. അതിലൊന്ന് പുതിയ ആളുകൾ വന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല നിയമസഭ കാണാനുള്ള ആളുകളും വരികയാണ്. സത്യം പറഞ്ഞാൽ നിയമസഭ സമ്മേളനത്തിൻ്റെ സമാപന ദിവസം എങ്ങനെ നമുക്ക് ഇത്രയധികം വിസിറ്റേഴ്സ് വേണോ എന്ന് ചോദിച്ചാൽ അതിപ്രമുഖരായ നേതാക്കന്മാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പുതിയ ഗവൺമെൻറ് വന്നതല്ലേ, ആ ഗവൺമെൻറ് വന്നപ്പോൾ പുതിയ MLA-മാർ അധികം വന്നതല്ലേ, അവരുടെ കൂടെ വന്നെത്തുന്ന ആളുകളുണ്ട്, അല്ലാതെ തന്നെ സഭ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇതിനകത്ത് അവരുടെ ഉത്സാഹം വർദ്ധിക്കുകയാണ്, മാത്രമല്ല പ്രതീക്ഷ കൂടുകയാണ്. നമ്മളതിനെ ചരകെട്ടി തടഞ്ഞു നിർത്തേണ്ട, അവർ കൂടി ഇവിടെ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഉണ്ടാകണം. ഇടയ്ക്കൊരു സ്പീക്കർ എന്നുള്ളതിൽ അങ്ങയുടെ വാചകം ഭയങ്കര ഹിറ്റായി. നിങ്ങൾ എന്ത് വേണം ചെയ്തു, പക്ഷെ ഞാൻ വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിക്കില്ല. അത് കറക്റ്റാണ്. ഞാൻ ചോദിച്ചു, ഈ വാച്ച് ആൻഡ് വാർഡിനെ നമ്മൾ ചുറ്റും നിർത്തിയിട്ട് നമ്മൾ എന്തിനാ ഒരു നിയമസഭ നടത്തുന്നത്? അവിടെ ഇരിക്കുന്ന ആളുകളെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഈ തടയുന്ന പോലീസുകാരെക്കാൾ എത്രയോ ഉയർന്ന പ്രോട്ടോകോൾ പൊസിഷനുള്ള ആളുകളാണ് നിയമസഭാ അംഗങ്ങൾ. ആ നിയമസഭ അത്രയും ഉയർന്ന ആളുകൾ അവരിയ്ക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു ചിറകെട്ടുന്നതിന് വേണ്ടി വാച്ചാമ്പാടിനെ കുറച്ച് പേരെ ഇങ്ങനെ എനിക്ക് ചുറ്റും നിർത്തുക. അവരെന്നെ എടുത്തോണ്ട് വേണം പൊയ്ക്കോട്ടെ,
ഞാനതിനൊന്നും തലശ്രദ്ധിക്കില്ല. അതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങളില്ലേ, അത് പബ്ലിക്കിലോട്ട് പോകുകയല്ലേ, മാധ്യമങ്ങൾ മുഴുവൻ കാണുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് സ്പീക്കർക്ക് സംരക്ഷണം എന്നുള്ള നിലയിൽ നമ്മളുടെ ഡയസിന് ചുറ്റും വാച്ചാമ്പാടിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ എൻ്റെ അടിയുറച്ച തീരുമാനമാണ്. വാച്ചാമ്പാട് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. പക്ഷേ അകത്ത് ഹൗസിനകത്ത് ഇരിക്കുന്ന ആളുകൾ വളരെ ബലപ്പെട്ട ആളുകളാണ്. അവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പാസ് ജനങ്ങൾ കൊടുത്ത പാസ്സാണ്. അവർ ജനനേതാക്കന്മാരാണ്. ആ ജനനേതാക്കന്മാരായിട്ടുള്ള ആളുകളിൽ ചില ആളുകൾക്ക് തർക്കമുണ്ടായാൽ അവർ തർക്കിച്ച് വന്ന് വെല്ലിലിറങ്ങി അതിൽ നിന്ന് പിന്നെ സ്പീക്കറെ രക്ഷിക്കാനായി എന്ന് പറഞ്ഞ് കുറച്ച് ഇവിടെ വെള്ളക്കുപ്പായിട്ട പോലീസുകാരെ ചുറ്റും നിർത്തുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതുകൊണ്ട് വാച്ചാമ്പാടിനെ വിളിക്കുന്ന പ്രശ്നമില്ല എന്നുള്ള ഒരു തീരുമാനമുള്ള വ്യക്തിയാണ് ഞാൻ. 8ാം തവണ ജയിച്ച് രാഷ്ട്രീയ സായാഹ്നം എന്ന വാക്ക് ഉപയോഗിക്കാമെന്നറിയില്ല, രാഷ്ട്രീയ സായാഹ്നത്തിലൂടെ കാരണവർ സ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇനിയുള്ളൊരു ഡ്രീം എന്താണ്? എനിക്കൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ക്ഷമിച്ചു, ഞാനൊരു പാവപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണ്. സാധാരണ പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇത്രയൊക്കെ ആയില്ലേ, അതിന് നമ്മളെന്തിനാ അമിതാവേശം, കാരണം ഇതിനേക്കാൾ കൂടുതൽ ആക്രാന്തം എന്നുള്ള നില എടുക്കുന്നത് എന്തിനാണ്? അപ്പോൾ വന്നു, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു, വളരെ വെഹമെൻ്റായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോയി, രാവേത് പകലെന്നത് എന്ന് നോക്കാതെ തന്നെ മുന്നോട്ട് വർക്ക് ചെയ്ത് ഒരു ഘട്ടത്തിലെത്തി. അത് എൻ്റെ പാർട്ടി അംഗീകരിച്ചു, സമൂഹം അംഗീകരിച്ചു. ആ നിലയിൽ നമ്മളൊരു തലത്തിലെത്തിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വന്ന വഴിയെ ഏറ്റവും കൂടുതൽ ആഹ്ലാദമായിട്ട് നിൽക്കുന്ന ആളെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകട്ടെ. മകൻ അർജുൻ രാധാകൃഷ്ണന് അച്ഛൻ്റെ പാതയിലൂടെ കടന്നു വരികയാണോ? അവന് സത്യം പറഞ്ഞാൽ ഈ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസിൽ അവൻ്റെ താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം അവിടെയാണ്. ഇവിടെ RGPRS എന്ന് പറയുന്ന രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് പ്രോഗ്രാമിൻ്റെ അവിടെ നാഷണൽ കോർഡിനേറ്ററാണ്. ഇപ്പം അവന് കേരളത്തിൻ്റെ ഒരു ചാർജ് കൂടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ വർക്ക് ചെയ്യട്ടെ. അത് അച്ഛൻ മകൻ റിലേഷൻ അല്ലത്. അത് അവൻ വർക്ക് ചെയ്ത് അവൻ്റെ മെറിറ്റ് അംഗീകരിക്കുന്നെങ്കിൽ അങ്ങനെ പോകട്ടെ. അതല്ലാതെ എൻ്റെ വക ഒരു പ്രത്യേകമായ അഡീഷണൽ പ്രോത്സാഹനം ആ നിലത്തിൽ അവൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നെ അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണമെന്ന് അവന് താല്പര്യവും ഇല്ല. താങ്ക് യു വെരി മച്ച്.